ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ നവംബർ മാസത്തിലെ ടോപ്പ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും കറണ്ട് അഫയേഴ്സ് ടോപ്പായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ സ്പോർട്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് 2025 വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്പോർട്സ് സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന സെക്ഷനാണിത്, ഈ വേൾഡ് കപ്പ്. അതുപോലെ ആരാണ് വോൺ ചെയ്തത് പ്രത്യേകമായിട്ട് നോക്കി, വോൺ ചെയ്ത് നമ്മുടെ ഇന്ത്യയാണ്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഉറപ്പായിട്ടും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. നോക്കാം, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെറുതെ ആരാണ് ജയിച്ചത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണെന്ത് ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡീസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്റ്റ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണിത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലും ശ്രീലങ്ക കൂടെയാണ് ഇത് നടന്നിരിക്കുന്നത്. ചാമ്പ്യൻസ് ആയത് ഇന്ത്യ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയാണിത് ചാമ്പ്യൻസായി മാറിയിരിക്കുന്നത്. റണ്ണേഴ്സപ്പ് എവിടെയാണ്? റണ്ണേഴ്സപ്പ് സൗത്ത് ആഫ്രിക്ക കേട്ടോ. റണ്ണേഴ്സപ്പ് സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ അതും മേ ബി ചോദിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഇതൊരു പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കാം. ഇനി പ്ലെയർ ഓഫ് സീരീസ് ആരാണ്? ദീപ്തി ശർമ്മയാണിത്. ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസ്. ഏകദേശം 22 വിക്കറ്റ്സ്. മോസ്റ്റ് വിക്കറ്റ്സ് ദീപ്തി ശർമ്മ തന്നെയാണ്. 22 വിക്കറ്റ്സ് കേട്ടോ. 22 വിക്കറ്റ്സ് ആണിത് ദീപ്തി ശർമ്മ നേടിയത്. അതുപോലെ മോസ്റ്റ് റൺസ് എൽ വുൾവാർഡാണിത്. വുൾവാർഡാണ് മോസ്റ്റ് റൺസ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ആണിത് വുൾവാർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മോസ്റ്റ് റൺസും മോസ്റ്റ് വിക്കറ്റ്സ് ആരാണെന്നും പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലെയർ ഓഫ് സീരീസ് ആരാണ്? ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് സീരീസ്. അതാണ് മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാം ഹോസ്റ്റ് കൺട്രി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ആരാണ് ജയിച്ചത്? ഇന്ത്യയാണ് ജയിച്ചത്. ആരാണ് റണ്ണറപ്പ് ആയത്? സൗത്ത് ആഫ്രിക്ക റണ്ണറപ്പ് ആയത്. അതുപോലെ മോസ്റ്റ് റൺസും മോസ്റ്റ് വിക്കറ്റ്സും പ്ലെയർ ഓഫ് സീരീസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അടുത്ത് ഗുരുഗ്രാം ഹാസ് ഇന്ത്യാസ് ഫസ്റ്റ് ടെസ്ല സെന്റർ ഓപ്പൺഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ടെസ്ല സെന്റർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെസ്ല. ടെസ്ല കമ്പനി നമുക്കറിയാലോ. ടെസ്ല എത്തിയാണ് ഈ വെഹിക്കിൾസിന്റെ. ടെസ്ല ഇന്ത്യയിലേക്ക് എത്താണ്. അപ്പോൾ ആദ്യമായിട്ട് എവിടെ വെച്ചാണ് ഈ ടെസ്ല അല്ലെങ്കിൽ ടെസ്ല സെന്റർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യുന്നത്? ഗുരുഗ്രാം. ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഗുരുഗ്രാമിലാണ് ടെസ്ല സെന്റർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടൈംസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ആണ് ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ്ലി ബിൽഡ് PSLV റോക്കറ്റ് വാസ് ഡെവലപ്ഡ് ബൈ HAL L&T. HAL L&T. HAL L&T ആണെന്ന് ഇന്ത്യയിൽ തന്നെ വീണ്ടും ഫസ്റ്റ് പ്രൈവറ്റ്ലി ബിൽഡ് PSLV റോക്കറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇവരുടെ ഫസ്റ്റ് മിഷൻ ആയിരുന്നു ഓഷ്യൻ സാറ്റ് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് മിഷൻ ഓഷ്യൻ സാറ്റ് ആട്ടോ. ഈ മിഷൻ്റെ പേരാണ് ഓഷ്യൻ സാറ്റ്. 2026 ഇവിടെ ഫസ്റ്റ് മിഷൻ പേരാണ് ഓഷ്യൻ സാറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ അതുകൂടെ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓഷ്യൻ സാറ്റാണ് ഫസ്റ്റ് മിഷൻ. അപ്പോൾ അതും കൂടെ എക്സ്ട്രാ പഠിക്കുക. അപ്പോൾ രണ്ടുപേരും പഠിച്ചു. ഫസ്റ്റ് ടെസ്ല സെൻറ്റർ ഗുരുഗ്രാമിലാണ്. അതുപോലെ ഫസ്റ്റ് പ്രൈവറ്റ്ലി ബിൽഡ് PSLV റോക്കറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? HAL L&T. ഫസ്റ്റ് മിഷൻ്റെ പേരാണ് ഓഷ്യൻ സാറ്റ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് കീർത്തി സുരേഷ് ബിക്കം ദ യൂണിസെഫ് ഇന്ത്യാസ് സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ഫോർ ചൈൽഡ് റൈറ്റ്സ്. അപ്പം യൂണിസെഫിൻ്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ഫോർ ചൈൽഡ് റൈറ്റ്സിനെ ആരാണ്? കീർത്തി സുരേഷ് ആണെന്ന്. കീർത്തി സുരേഷ് ആണ് അതിൻ്റെ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് അവർ നിയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് അല്ല. ഒരു ആക്ടർ കൂടിയാണ്. അപ്പോൾ ആക്ടർ ആകുമ്പോൾ എന്താണ് അതിൻ്റെതായ ഇമ്പോർട്ടൻസും കൊടുക്കാം. അപ്പോൾ ചോദിക്കാം. യൂണിസെഫിൻ്റെ അഡ്വക്കേറ്റ് ഫോർ ചൈൽഡ് റൈറ്റ്സിന് ആരാണ് ഇന്ന് സെലിബ്രിറ്റി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കീർത്തി സുരേഷ് ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് ആണ് ഷെയ്ഖ നസീർ അൽ നൊവൈസ് ബിക്കം ദ ഫസ്റ്റ് വുമൺ ടു ലീഡ് UN ടൂറിസം. വീണ്ടും ദ ഫസ്റ്റ് വുമൺ ആണ്. നമ്മൾ ഫസ്റ്റ് ഒക്കെ പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതലല്ലേ. ഫസ്റ്റ് വുമൺ ടു ലീഡ് UN ടൂറിസം. വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാണ് ഈ UN ടൂറിസം ഫോം ചെയ്തത്? 1975 കേട്ടോ. 1975. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ നിന്ന് വെച്ചാൽ മാഡ്രിഡ്, സ്പെയിനിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. മാഡ്രിഡ് സ്പെയിനിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഷെയ്ഖ നസീർ അൽ നൊവൈസ് ദ ഫസ്റ്റ് വുമൺ ടു ലീഡ് UN ടൂറിസം. UN ടൂറിസം ലീഡ് ചെയ്യുന്ന ആദ്യത്തെ വുമൺ. വുമൺ ആണിത് ഷെയ്ഖ നസീർ അൽ നൊവൈസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് എർത്ത് സമ്മിറ്റ് 2025. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, സബ്മിറ്റുകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. നോക്കാം. ഫസ്റ്റ് എഡിഷൻ അവിടെയാണ് ഹൈദരാബാദിൽ വെച്ചാണ് ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ ഹെൽഡ് ചെയ്തിരിക്കുന്നത്. 3 എഡിഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് എഡിഷനും തേർഡ് എഡിഷനും ഉണ്ട്. സെക്കൻഡ് എഡിഷൻ എവിടെയാണ്? അത് ഗാന്ധി നഗറിലാണ്.
തേർഡ് എഡിഷൻ എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ, അതുപോലെ തേർഡ് എഡിഷൻ. ഓക്കെ, ഇനി ഹെൽഡ് അറ്റ് ഹൈദരാബാദാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓർഗനൈസ്ഡ് ബൈ ആരൊക്കെ തമ്മിലാണ് ഓർഗനൈസ് ചെയ്ത്? ഒന്ന് നബാർഡ്. ഓക്കെ, നബാർഡ് നമുക്ക് കോമൺലി നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അല്ലേ, നബാർഡും അതുപോലെ IAMAI തമ്മിൽ ജോയിന്റ്ലി ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ഈ IAMAI? എന്താണ്? ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ. ഓക്കെ, ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണെന്ത്? നമ്മുടെ IAMAI എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അതാണെന്ത്? നമ്മുടെ IAMAI എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ എന്താണ്? നബാർഡ്. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആരൊക്കെയാണ് ഈ എർത്ത് സമ്മിറ്റ് 2025 കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവർ രണ്ടും കൂടെ എന്താണ് ഓർഗനൈസ് ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തീമും ഈ തീമും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം. നോക്കി, എംപവറിംഗ് റൂറൽ ഇന്നോവേഷൻ ഫോർ ഗ്ലോബൽ ചേഞ്ച് ആണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? എംപവറിംഗ് റൂറൽ ഇന്നോവേഷൻ ഫോർ ഗ്ലോബൽ ചേഞ്ച്. ഞാൻ ഓൾറെഡി പറഞ്ഞു സെക്കൻഡ് എഡിഷൻ ഗാന്ധിനഗർ, തേർഡ് എഡിഷൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ചോദിക്കാം ഫസ്റ്റ് എഡിഷൻ എവിടെ നടന്നു, സെക്കൻഡ് എഡിഷൻ എവിടെ നടന്നു, തേർഡ് എഡിഷൻ എവിടെ നടന്നു? അപ്പോൾ ഓർഡർ പഠിച്ച് നോക്കാം. ഹൈദരാബാദ്, ഗാന്ധിനഗർ, അതുപോലെ എന്താണ്, അതുപോലെ ന്യൂഡൽഹി. ഇത് മൂന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, എക്സസൈസ് ആണ്. നമ്മൾ മിലിറ്ററി എക്സസൈസ് ഉണ്ട്, നേവൽ എക്സസൈസ് ഉണ്ട്. ഞാൻ നമ്മുടെ എല്ലാ മാസത്തെ കറണ്ട് അഫയേഴ്സിലും ഓരോ സെപ്പറേറ്റ് നമ്മളെല്ലാം അങ്ങനെ പഠിക്കാറുണ്ട്. ഇപ്പോൾ ഇൻഡെക്സുകൾ ആണെങ്കിലും മിലിറ്ററി എക്സസൈസ് ആണെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ സെപ്പറേറ്റ്ലി അത് കൊടുക്കാറുണ്ട്. നമുക്കിവിടെ നോക്കാം. നോക്കി, ഫസ്റ്റ് മിത്രശക്തി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ചോദിക്കുന്നത് ആരൊക്കെ തമ്മിലാണ്, അതുപോലെ എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നതാണ് മെയിനായിട്ട് ചോദിക്കാമല്ലോ കേട്ടോ. 11th എഡിഷൻ ആണ് കേട്ടോ, മിത്രശക്തിയുടെ 11th എഡിഷൻ ആയിരുന്നത് ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. 11th എഡിഷൻ ആണിത് മിത്രശക്തി എന്ന് പറയുന്നത്. നോക്കി, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഓക്കെ, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ആണിത് മിത്രശക്തി എക്സസൈസ്. അതുപോലെ മറ്റൊരെണ്ണം പറഞ്ഞേ, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ശ്രീനെക്സ് അല്ല, പേര് തന്നെ ഉണ്ടല്ലേ, ശ്രീനെക്സും ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണ്. ഇത് എവിടെ വെച്ചാൽ കണ്ടക്ട് ചെയ്ത് കർണാടക. ഓക്കെ, ആ സ്ഥലം കൂടെ നോക്കി വെച്ചാൽ കർണാടകയിലാണിത് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ അടുത്താണ് വിൻപാക്സ്. ഓക്കെ, വിൻപാക്സ് 6th എഡിഷൻ ആയിരുന്നേ. എത്രാം എഡിഷൻ ആണ്? 6th എഡിഷൻ. 6th എഡിഷൻ വിൻപാക്സ് 2025. അപ്പോൾ വിൻ കേൾക്കുമ്പോൾ അറിയാം അല്ലേ, ഇതാണ് വിയറ്റ്നാം. ഇന്ത്യ ആൻഡ് വിയറ്റ്നാം ആണിത് വിൻപാക്സ് 2025 കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്? ഹനോയ്. ഓക്കെ, വിയറ്റ്നാമിലെ ഹനോയിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മിത്രശക്തി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, കർണാടക വെച്ചാണ്. വിൻപാക്സ് ഓക്കെ, വിയറ്റ്നാം ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഹനോയ് വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടും നോട്ട് ചെയ്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 2025 വേൾഡ് ബോക്സിംഗ്. ഓക്കെ, വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഫൈനൽ ഹെൽഡ് ഇൻ എവിടെയാണ്? ഗ്രേറ്റർ നോയിഡ. ഓക്കെ, ഗ്രേറ്റർ നോയിഡയിൽ വെച്ചാണ് ഇതിൻ്റെ ഫൈനൽ സെക്ഷൻ നടന്നത് കേട്ടോ. ഓക്കെ, ഗ്രേറ്റ് നോയിഡയിലാണ് ഇത് ഫൈനൽ സെക്ഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ടോപ്പ് ഇൻ ദ മെഡൽ ടേബിൾ. ഓക്കെ, അപ്പോൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയാണ് ടോപ്പായിട്ട് മാറിയിട്ടുള്ളത്. ഇനി ഇന്ത്യസ് ഗോൾഡ് വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് ആണ്. ജസ്റ്റ് ഈ പേര് നോട്ട് ചെയ്ത് നോക്കുക, കാരണം ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ പേരൊക്കെ പെട്ടെന്ന് ചോദിക്കുക, ഇന്നയാൾ ഗോൾഡ് കരസ്ഥമാക്കി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക, അല്ലെങ്കിൽ മേ ബി എന്താണ് ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ നോക്കാം. നോക്കി, സച്ചിൻ സിവാച്ച്, ഓക്കെ, ഹിതേഷ് ഗുലിയ, മീനാക്ഷി ഹൂഡ, നിഗാഡ് സരീൻ, നുഭു ഷിയോറാൻ. ഓക്കെ, ഈ 5 പേരാണിത് ഈ 6 പേരാണ് ഇന്ത്യയിലെ ഗോൾഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡ് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഈ 6 പേരാണ്. ഈ 6 5 സോറി 1 2 3 4 5 സോറി 5 പേരാണെന്ത് വിന്നേഴ്സ്, ഗോൾഡ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക, കാരണം ചോദിക്കാൻ സാധ്യത. ടോട്ടല് നമുക്ക് 13 ഗോൾഡാണ്. ടോട്ടല് 13 ഗോൾഡാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 13 ഗോൾഡും 13 സിൽവറൊക്കെയാണ് തോന്നുന്നു. ഓക്കെ, 15 ഓക്കെ, ഗോൾഡാണെന്ന് വെച്ചാൽ 13 ഗോൾഡും 12 സിൽവറും 15 ബ്രോൺസും. ഓക്കെ, ഇത് ഇത്രയും മെഡൽസ് ആണ് ഇത് ടോട്ടൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിൽ നോക്കിയാൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പേരുകളുടെ പേര് നമ്മൾ മസ്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണേ, കാരണം അതില്ലെങ്കിൽ ഓക്കെ ഇതെങ്കിലും ഒന്ന് പഠിച്ച് വെക്കണം കേട്ടോ. അടുത്താണ് വുമൺസ് കബഡി വേൾഡ് കപ്പ് 2025. ഓക്കെ, വുമൺസ് കബഡി വേൾഡ് കപ്പ് 2025. ഇന്ത്യ വോൺ ദ വുമൺസ് കബഡി വേൾഡ് കപ്പ്. എല്ലാം ഇന്ത്യയാണ് ജയിക്കുന്നത്. നമ്മൾ നേരത്തെ വുമൺസ് വേൾഡ് കപ്പ് കണ്ടു, കുറച്ച് ചാമ്പ്യൻഷിപ്പ് കണ്ടു, എല്ലാം ഇന്ത്യ തന്നെയാണ് ജയിക്കുന്നത്. ഓക്കെ, ഇന്ത്യ വോൺ ദ വുമൺസ് കബഡി വേൾഡ് കപ്പ് 2025 ഹെൽഡ് ഇൻ ധാക്ക, ബംഗ്ലാദേശ്. അപ്പോൾ ചോദിക്കാം എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത്? വുമൺസ് വേൾഡ് കപ്പ് കബഡി വേൾഡ് കപ്പ് വെച്ചാണ് ധാക്ക, ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ,
അടുത്ത മിസ് യൂണിവേഴ്സ് 2025 ഓക്കെ ഫാത്തിമ ബോഷ്. ഓക്കെ ഫാത്തിമ ബോഷ് ആണ് ദ മിസ് യൂണിവേഴ്സ് 2025. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, അതുപോലെ എന്താ മിസ് എർത്ത്, അങ്ങനെ കുറേ സമയം മിസ് ഇന്ത്യ എല്ലാം നിങ്ങൾ മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് വിക്രംനാഥ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് നൽസ. അപ്പോയിൻമെൻ്റ് അല്ലേ, അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ആണ്. അപ്പോയിൻമെൻറ്റ്സും അവാർഡ്സൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നോക്കാറുള്ള അല്ലേ. വിക്രംനാഥ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് നൽസ. നൽസയുടെ പുതിയ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് ആരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്? വിക്രംനാഥിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൽസ എന്ന ഫോം ചെയ്ത് നൽസ 1995 അല്ലേ. നൽസ ഫോം ചെയ്ത് 1995 നവംബർ 5 നൽസ ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ. നൽസ ഫോം ചെയ്ത് 1995. ഓക്കെ, അടുത്താണ് ഇറ്റലി ഹാസ് വോൺ ദ 2025 ഡേവിസ് കപ്പ് ടൈറ്റിൽ. ഓക്കെ വീണ്ടും അഗെയിൻ സ്പോർട്സിലേക്ക് ഒരുമാണ്. ഡേവിസ് കപ്പ് ടൈറ്റിൽ ആരാണ് വോൺ ചെയ്തിരിക്കുന്നത്? ഇറ്റലിയാണ് ഇത് വോൺ ചെയ്തിരിക്കുന്നത്. ആരാണ് റണ്ണറപ്പ്? റണ്ണറപ്പ് സ്പെയിൻ ആണ് കേട്ടോ. റണ്ണറപ്പ് സ്പെയിൻ. ചോദിക്കാറുണ്ട്. റണ്ണറപ്പായത് സ്പെയിൻ ആട്ടോ. സ്പെയിനാണെന്ത് റണ്ണറപ്പ് ആയിട്ടുള്ളത്. അടുത്ത് രോഹിത് ശർമ്മ വാസ് നെയിം ടൂർണമെന്റ് അംബാസിഡർ ഫോർ ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026. ഓക്കെ നമ്മുടെ രോഹിത്, ഓക്കെ നമ്മുടെ ഹിറ്റ്മാൻ എന്താണ്? ഹിറ്റ്മാൻ ആണ് T20 വേൾഡ് കപ്പ് 2026 ടൂർണമെന്റ് അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ അപ്പോൾ അതും ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൻ്റെ യുവരാജ് സിംഗ് ആയിരുന്നു അംബാസിഡർ ആയിട്ടുള്ളത്. ഇവിടെ രോഹിത് ശർമ്മയാണിത് T20 വേൾഡ് കപ്പിൻ്റെ ടൂർണമെന്റ് അംബാസിഡർ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്താണ് സൂര്യകിരൺ. വീണ്ടും മിലിറ്ററി എക്സസൈസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നോക്കിയേ സൂര്യകിരൺ 2025. ഓക്കെ ഇന്ത്യ ആൻഡ് നേപ്പാളാണ്. ഓക്കെ സൂര്യകിരൺ ഇന്ത്യ ആൻഡ് നേപ്പാൾ തമ്മിലാണ് സൂര്യകിരൺ എന്ന് പറയുന്നത്. എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? പിഥോർഗാർക്ക്. ഓക്കെ ഉത്തരാഖണ്ഡിലെ പിഥോർഗാർക്ക് എന്ന സ്ഥലത്താണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞല്ലോ സൂര്യകിരൺ ഈ എക്സസൈസ് ആരൊക്കെ തമ്മിലാണെന്നാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അത് മാത്രമല്ല ഇത് എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തതെന്ന് കേട്ടോ. എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തതെന്നും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. പിഥോർഗാർക്ക് UK. അടുത്താണ് അജയ വാര്യർ 2025. ഓക്കെ ഇന്ത്യ ആൻഡ് UK ആണത് അജയ വാര്യർ 25 എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത് ഗരുഡ. ഓക്കെ ഗരുഡ 2025 ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ആണ്. അതെവിടെയാണ്? ഫ്രാൻസ് വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗരുഡ, വരുണ, ഓക്കെ അതൊക്കെ എന്താണ്? അതൊക്കെ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് തമ്മിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് 2025 ചെസ് വേൾഡ് കപ്പ്. ഓക്കെ 5 ചെസ് വേൾഡ് കപ്പ് ഹെൽഡ് അറ്റ് ഗോവ ഇന്ത്യയിലാണെന്ത് 5 ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇന്ത്യയിലെ ഗോവയിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ചാമ്പ്യൻ ആരാണ്? ജവോക്കി സിദ്ധാറാവ് ആണത് ചാമ്പ്യൻ കേട്ടോ. ജവോക്കി സിദ്ധാറാവ് ആണ് ചാമ്പ്യൻ. അതുപോലെ റണ്ണറപ്പ് ആരാണ്? റണ്ണറപ്പ് VE. ഓക്കെ നിങ്ങൾ പ്രൊണൗൺസിയേഷൻ നോക്കേണ്ട, നിങ്ങൾ സ്പെല്ലിംഗ് നോക്കിയാൽ മതി. കാരണം നമുക്ക് പ്രൊണൗൺസിയേഷൻ്റെ ഒരു യൂസ്ഫുൾനെസ് നമുക്ക് വരുന്നില്ല. കാരണം നമുക്ക് എക്സാം സമയത്ത് നമ്മളൊന്നും പറയുന്നില്ല, ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് എന്താണ് മനസ്സിലായത്. ഇപ്പോൾ എൻ്റെ പ്രൊണൗൺസിയേഷൻ വളരെ ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, മേ ബി തെറ്റായിരിക്കാം. ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പഠിച്ചു നോക്കുക. ഓക്കെ അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കുക. ചാമ്പ്യൻ ആയതും അതുപോലെ റണ്ണറപ്പ് ആയാലും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. വേൾഡ് കപ്പ് 2025 5 വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറയാം സ്പോർട്സാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചോദിച്ച് കാണുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. അത്രത്തോളം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് 53rd ചീഫ് ജസ്റ്റിസ് ആരാണ്? 53rd ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഓക്കെ ചീഫ് ജസ്റ്റിസ് സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആര് അപ്പോയിൻറ്റ് ചെയ്തു? സൂര്യകാന്തിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ബുക്ക് പ്രൈസ് ഡേവിഡ് സാലായ്. ഓക്കെ ഫ്ലഷ് എന്ന ബുക്കിനാണെന്ത് ബുക്ക് പ്രൈസ്. അപ്പോൾ ബുക്ക് പ്രൈസ്, ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്, എക്സാമിന് ചോദിച്ചു വരുന്നത്. അപ്പോൾ ബുക്ക് പ്രൈസ് കിട്ടിയ ആർക്കാണ്? ഡേവിഡ് സലായ്ക്കാണ്. ഏത് ബുക്കിനാണെന്ന് ചോദിക്കാം. ഏത് ബുക്കാണ്? ഫ്ലഷ് എന്ന ബുക്കിനാണെന്ന് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026. വീണ്ടും ഇൻഡെക്സുകൾ റാങ്കിങ്സുകളൊക്കെ നമ്മൾ കൊണ്ടുവരികയാണ്. നോക്കി ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 ആരാണ്? ഡെൻമാർക്കാണ് 4th റാങ്ക്. കാരണം ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ കൊടുക്കാൻ പറ്റിയ ഒരു കേപ്പബിലിറ്റി എലിജിബിലിറ്റി ഉള്ള രാജ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഡെൻമാർക്ക്
ടോപ്പ് ആണ്, ടോപ്പല്ല, ഫോർത്ത് ആണ് ഉള്ളത്. റാങ്ക്സിൽ ഏറ്റവും ടോപ്പ് വരുന്നത് ഡെൻമാർക്കാണ്. 4th റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ റാങ്ക് എത്രയാണ്? ഇന്ത്യ റാങ്ക് 23 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നത് എന്താണ്? ഒന്ന് ഡെൻമാർക്കിന്റെ റാങ്ക് എത്രയാണ്, ടോപ്പ് ലിസ്റ്റിലുള്ള ആരാണ്, അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 23rd ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അടുത്ത ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്. ഇത് നോക്കി, ഇത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ 2, 3, 2 നിന്ന് 3 ചേഞ്ച് ചെയ്ത് പഠിക്കാം. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് 2, 3. ഇതാ ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2025. ഓക്കെ, ഇന്ത്യസ് റാങ്ക് 15 ആണ്. അപ്പോൾ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ 15 ആണ്. ഓക്കെ, റിസ്ക് ഇൻഡെക്സിൽ 15 ആണ്. പക്ഷേ ഓക്കെ, ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ 23rd ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഗോഗാബിൽ ലേക്ക് ഇൻ ബീഹാർ ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ദ 94th റാംസർ സൈറ്റ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിലെ 94 റാംസർ സൈറ്റ്സിൻ്റെ എണ്ണം ചോദിച്ചാൽ 94 സൈറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. നോക്കിയേ, 94th. ഓക്കെ, 94th റാംസർ സൈറ്റ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ നോക്കിയേ, ബീഹാറിൽ ഇപ്പോൾ ടോട്ടൽ 6 റാംസർ സൈറ്റ്സ് ആണ് വന്നത് കേട്ടോ. ടോട്ടൽ ഇപ്പോൾ എത്രയായി? ടോട്ടൽ 6 റാംസർ സൈറ്റ്സ് ബീഹാറിൽ തന്നെ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തുക, ഗോഗാബി ലേക്ക് എവിടെയാണ്? ബീഹാറിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ബീഹാറിലെ 6ാമത്തെ റാംസർ സൈറ്റ് ആണ് ഗോഗാബി ലേക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ 94 റാംസർ സൈറ്റ്സ് ആണ് ഇപ്പം നിലവിൽ ഉള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2024. ഓക്കെ, 2024 അവാർഡ്. ഓക്കെ, 2025 കൊടുക്കാറുള്ളത്. അപ്പോൾ ഓക്കെ, മിഷേൽ ബാച്ചലറ്റിനാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2024 ലഭിച്ചിരിക്കുന്നത്. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, അവാർഡ്സ് ആണ്. ഞാൻ പറഞ്ഞില്ല, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്. ഞാൻ എപ്പോഴും എല്ലാ കണ്ടക്ടേഴ്സും പറയുന്നതാണ് അവാർഡ്സ്, അപ്പോയിൻമെൻറ്റ്സ്, സ്പോർട്സ്, സബ്മിറ്റ്സ്, യോജനാസ്, സ്കീംസ്, ഇൻഡെക്സുകൾ, റാങ്ക്സ്, എക്സൈസ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2024 മിഷേൽ ബാച്ചലറ്റിനാണ് ഇത് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത നിതീഷ് കുമാർ ടുക്ക് ഔട്ട് ആസ് ദ CM ഓഫ് ബീഹാർ ഫോർ ദ 10th ടൈം. ഓക്കെ, 10ാമത്തെ തവണ എന്താണ് ബീഹാറിലെ പുതിയ CM ആയിട്ട് ആര് മാറി? അത് നിതീഷ് കുമാർ 10th ടൈം ആണ് കോൺസിക്യൂട്ടീവ്ലി. 10th ടൈം എന്താണ്? 10ാമത്തെ തവണയും എന്താണ് നിതീഷ് കുമാർ ടുക്ക് ഔട്ട് ആസ് ദ CM ഓഫ് ബീഹാർ ഫോർ ദ 10th ടൈം. 10ാമത്തെ തവണ ആര് CM ആയി? നിതീഷ് കുമാർ ബീഹാറിന്റെ CM ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ആന്ധ്രാപ്രദേശ് ലോഞ്ച് ദ റൈത്താന മിഗോസം. ഓക്കെ, റൈത്താന മിഗോസം മീൻസ് ഈ വാട്ടർ. ഓക്കെ, വാട്ടർ സെക്യൂരിറ്റിയെ ഉറപ്പുവരുത്താൻ വേണ്ടി ഓക്കെ, അതായത് ഈ ഫാമിംഗ് സെക്ടറിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്കീമാണിത്. സ്കീമല്ല, ലോഞ്ച് ദ റൈത്താന മെഗോസം എന്ന് പറയുന്നത് കേട്ടോ. നോക്കി, എന്താണ്? പഞ്ചായത്ത് പ്രോഗ്രാം ഫോർ ഫാമേഴ്സ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനും, ഓക്കെ, വാട്ടർ സെക്യൂരിറ്റി ഡിമാൻഡ് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, വാട്ടർ സെക്യൂരിറ്റി, അതുപോലെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ എടുത്താണത് റൈത്താന മെഗോസം എന്ന് പറയുന്നത് കേട്ടോ. അടുത്താണ് കർണാടക ബിക്കം ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് പെയ്ഡ് മെൻസ്ട്രുവൽ ലീവ്. ഓക്കെ, പെയ്ഡ് മെൻസ്ട്രുവൽ ലീവ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കർണാടക സ്റ്റേറ്റ് കേട്ടോ. കർണാടക ബിക്കം ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് പെയ്ഡ് മെൻസ്ട്രുവൽ ലീവ്. ഓക്കെ, പെയ്ഡ് മെൻസ്ട്രുവൽ ലീവ് കൊണ്ടുവന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആണത് കർണാടക എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്താണ് G20 സബ്മിറ്റ് 2025. ഓക്കെ, 2025 G20 സബ്മിറ്റ് 20th എഡിഷൻ. ഓക്കെ, 20th എഡിഷൻ എവിടെ ഹെൽഡ് അറ്റ് സൗത്ത് ആഫ്രിക്ക. എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്? സൗത്ത് ആഫ്രിക്ക വെച്ചാണിത്. അതിന് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണിത് ഈ G20 സബ്മിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സമ്മിറ്റ് ഇൻ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ഓക്കെ, ആഫ്രിക്കൻ കോണ്ടിനെന്റ് നടക്കുന്ന ആദ്യ സമ്മിറ്റ് ആണിത് ഈ 20ാമത്തെ G20 സമ്മിറ്റ് എന്ന് പറയുന്നത്. ചെയർഡ് ബൈ സിറിൽ രാമഫോസയാണിത്. ഇത് ചെയർഡ് ബൈ മെയിൻ ആയിട്ടുള്ള അധ്യക്ഷനാണ്. ഓക്കെ, ചെയർഡ് ബൈ സിറിൽ രാമഫോസയാണിത് മെയിൻ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ടീം നോക്കാം, എന്താണ്? സോളിഡാരിറ്റി, ഇക്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. എന്തൊക്കെയാണ്? സോളിഡാരിറ്റി, ഇക്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. തീം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തു, അതുപോലെ മെയിനായിട്ട് പറയേണ്ട തീമും അതുപോലെ എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തു, രണ്ട് കാര്യങ്ങളാണ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം സൗത്ത് ആഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗിലാണ് കണ്ടക്ട് ചെയ്ത്. അതുപോലെ തീം എന്താണ്? സോളിഡാരിറ്റി, ഇക്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് ഇതിൻ്റെ തീമെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്താണ് സൊഹ്റാൻ മംദാനി ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് മേയർ ഓഫ് ന്യൂയോർക്ക് സിറ്റി ഇൻ 2025, ബിക്കമിങ് ഇറ്റ്സ് ഫസ്റ്റ് മുസ്ലിം മേയർ. നോക്കി, യങ്ങസ്റ്റ് മേയർ ആട്ടോ സൊഹ്റാൻ മംദാനി. സൊഹ്റാൻ മംദാനി ആരാണ്? യങ്ങസ്റ്റ്
യങ്ങസ്റ്റ് മേയർ ആട്ടോ, യങ്ങസ്റ്റ് മേയർ ആണ്. ഓക്കെ, has been elected as the mayor of New York City in 2025, become its first Muslim mayor. ഓക്കെ, യങ്ങസ്റ്റ് മേയർ കൂടിയാണ്. മാത്രമല്ല എന്താണ് ഫസ്റ്റ് മുസ്ലിം മേയർ കൂടിയാട്ടോ. ന്യൂയോർക്കിന്റെ ഫസ്റ്റ് മുസ്ലിം മേയർ ആണ് സോഹാൻ മംദാനി എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അടുത്താണ് IIT ഡൽഹി ടോപ്പ് ദ QS ഏഷ്യ റാങ്കിങ്സ് 2026. ഓക്കെ, IIT ഡൽഹി QS ഏഷ്യ റാങ്കിങ്സിൽ ആരാണ് ടോപ്പായത്? IIT ഡൽഹിയാണ് ഇത് ടോപ്പായിട്ട് മാറിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റാങ്ക്സ് കാര്യങ്ങളൊക്കെ IITയുടെ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് 6th നാഷണൽ വാട്ടർ അവാർഡ്സ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണ്. എല്ലാ കൊല്ലവും കൊടുക്കുന്നത് ഈ വാട്ടർ അവാർഡ്സ് ഉണ്ട്. വാട്ടർ കൺസർവേഷൻ അതുപോലെ എന്താണ് അത് എൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്ന സ്റ്റേറ്റിന് കൊടുക്കുന്ന അവാർഡ്സ് ആണ്. സ്റ്റേറ്റ് പഞ്ചായത്തിന് കൊടുക്കുന്ന അവാർഡ്സ് ആണ് ഈ 6th നാഷണൽ വാട്ടർ അവാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലോഞ്ച്ഡ് ബൈ ഏത് മിനിസ്റ്റർ ലോഞ്ച് ചെയ്ത്? ഒബ്വിയസ്ലി നമുക്കറിയാം വാട്ടർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ജൽശക്തി, മിനിസ്ട്രി ഓഫ് ജൽശക്തിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ബെസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ബെസ്റ്റ് സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. അത് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയ്ക്കാണെങ്കിൽ മിക്ക എല്ലാ വർഷവും എന്താണ് മഹാരാഷ്ട്രയ്ക്കാണ് കിട്ടാറുള്ളത് കേട്ടോ. മഹാരാഷ്ട്രയാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം ആർക്കാണ്? 2ാം സ്ഥാനം ഗുജറാത്ത്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്നത് ഗുജറാത്തിനാണ്. ബെസ്റ്റ് ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ എന്താണ്? അത് മിർസാപൂർ. ഓക്കെ, സൗത്ത് മിർസാപൂർ ആണ് നോർത്തിൽ. അപ്പോൾ 4 ഡിവിഷൻ ഉണ്ട്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ 4 ഡിവിഷനിലെയും ബെസ്റ്റ് ഡിസ്ട്രിക്ട് നോക്കാം. നോർത്തിലാണെങ്കിൽ മിർസാപൂർ ആണ്. ഓക്കെ, സൗത്തിലാണെങ്കിൽ തിരുനെൽവേലി കേട്ടോ. ഓക്കെ, നോർത്തിൽ മിർസാപൂർ, സൗത്തിലാണെങ്കിൽ തിരുനെൽവേലി, വെസ്റ്റിലാണെങ്കിൽ ഖാർഗോൺ, ഈസ്റ്റിലാണെങ്കിൽ രസ്നാൻഗോൺ. ഓക്കെ, ഈ 4 ഡിസ്ട്രിക്റ്റിലാണിത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റിൽ ബെസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ബെസ്റ്റ് പഞ്ചായത്ത് ഏതാന്ന് നോക്കാം. അത് ദുബിഗനിപ്പള്ളി ആൻഡ് അണ്ണാമയ. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ് ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. മേ ബി ആന്ധ്രാപ്രദേശാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ദുബിഗാനപ്പള്ളി ആൻഡ് അണ്ണാമയ ഈ 2 പഞ്ചായത്തിലാണ് ദ ബെസ്റ്റ് പഞ്ചായത്ത് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി ബെസ്റ്റ് അർബൻ ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ചത് നേവി മുംബൈ. ഓക്കെ, നേവി മുംബൈ ആണ് ദ ഫസ്റ്റ് ബെസ്റ്റ് അർബൻ ലോക്കൽ ബോഡി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നാഷണൽ വാട്ടർ അവാർഡ്സ്. അവർ ബന്ധപ്പെട്ട എക്സ്ട്രാ കാര്യങ്ങൾ സാധാരണ ചോദിക്കാറുള്ളത് സ്റ്റേറ്റ് മാത്രമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഡെപ്ത് എന്താണ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും എക്സ്ട്രാ ആയിട്ടുള്ള പോയിന്റ്സ് കൂടി നോട്ട് ചെയ്ത് നിർബന്ധമായിട്ടും പഠിച്ചു നോക്കുക കേട്ടോ. അടുത്ത് LCA തേജസ് ക്രാഷ് ഡ്യൂറിങ് ആൻ ഏരിയൽ ഡിസ്പ്ലേ അറ്റ് ദ ദുബായ് എയർ ഷോ. ഓക്കെ, നമ്മളെല്ലാം അറിഞ്ഞായിരിക്കും അല്ലേ? LCA തേജസ് ക്രാഷ് ഡ്യൂറിങ് ആൻ ഏരിയൽ ഡിസ്പ്ലേ അറ്റ് ദ ദുബായ് എയർ ഷോ. വിംഗ് കമാൻഡർ നമൻ ശാൽ ലോസ്റ്റ് ഹിസ് ലൈഫ്. ഓക്കെ, നമൻ ശാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്താണ്? ലൈഫ് ലോസ്റ്റ് ആയിരിക്കുന്നത്. അപ്പം ഏതാണ് LCA തേജസ് എന്ന ഏരിയൽ ഡിസ്പ്ലേ? LCA തേജസ് ആണ് ഇത് ക്രാഷ് ആയത്. അപ്പോൾ ചോദിക്കാം ഏത് വെഹിക്കിളാണ് ക്രാഷ് ആയെന്ന് ചോദിക്കാം. അപ്പോൾ LCA തേജസ് ആണ് ഇത് ക്രാഷ് ആയെന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത് ഏഷ്യാസ് ലാർജസ്റ്റ് സാൽ ഫോറസ്റ്റ് ജരന്ത ഫോറസ്റ്റ് ഓഫ് ജാർഖണ്ഡ് ഡിക്ലെയർ ആസ് വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഓക്കെ, അപ്പം ഒരു ന്യൂസാണ്. കാരണം വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, നാഷണൽ പാർക്സ് ഒക്കെ എന്താണ് അതൊക്കെ കൃത്യമായിട്ട് എന്താണ് ഒരു ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് പുതുതായിട്ട് അപ്പോൾ ആൾക്കാർക്ക് അധികം അറിയില്ലായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ഒക്കെ ഓരോ സ്റ്റേറ്റിലെ പഠിച്ചു വെച്ച് കാണും. പക്ഷേ പുതുതായിട്ട് വരുമ്പോഴേക്കും നമുക്കത് അറിയില്ല. അതാണ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് മെയിനായിട്ട് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കാമെന്നാണ് കേട്ടോ. അടുത്ത സിക്കിം സ്റ്റേറ്റ്സ് തുങ്ബുക്ക് ആൻഡ് പുംടോക് പുളിറ്റ് റിസീവ്ഡ് GI ടാഗ്. ഓക്കെ, സിക്കിം സ്റ്റേറ്റിലെ ഈ രണ്ടും GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. രണ്ടും വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് ആട്ടോ. അതായത് ലെപ്ച കമ്മ്യൂണിറ്റിയിലെ പഠിക്കാൻ സിക്കിം ലെപ്ച കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് ലെപ്ച കമ്മ്യൂണിറ്റി ചൂഫാറ്റ് എന്ന് പറഞ്ഞ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഇത് ലെപ്ച കമ്മ്യൂണിറ്റിയിൽ. നമ്മൾ കറണ്ട് സ്റ്റാറ്റിക് ജിക്കയിലൊക്കെ പഠിക്കാറുള്ളതാണ് ലെപ്ച കമ്മ്യൂണിറ്റി. ഈ ലെപ്ച കമ്മ്യൂണിറ്റിയുടെ എന്താണ് ട്രഡീഷണൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണിത്. ഈ 2 ഇൻസ്ട്രുമെന്റ്സ് തുങ്ബക് ആൻഡ് പുംടോക് പുലിറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റ് ആണ്? സിക്കിം സ്റ്റേറ്റ് ആണ്. അതുപോലെ ഏത് കമ്മ്യൂണിറ്റിയുടെ എന്ന് വെച്ചാൽ അത് ലെപ്ച കമ്മ്യൂണിറ്റിയുടെ ആണ്. ഈ 2 പോയിന്റുകളും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത് 56th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, 56ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഹോസ്റ്റഡ് ബൈ ഗോവ. ഓക്കെ, എവിടെയാണ്? ഗോവയിൽ വെച്ചാണിത് കണ്ടക്ട് ചെയ്തത്. അതുപോലെ ഗോൾഡൻ പീക്കോക്ക്. ഓക്കെ, ബെസ്റ്റ് ഫിലിം അവാർഡ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗോൾഡൻ പീക്കോക്ക് എന്ന് പറയുന്നത്. സ്കിൻ ഓഫ് യൂത്ത് ആണ് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ബെസ്റ്റ് ഡയറക്ടറാണ് അത് സന്തോഷ് ധവാക്കർ ആണത് ബെസ്റ്റ് ഡയറക്ടർ. അതുപോലെ ബെസ്റ്റ് ആക്ടർ ആരാണെന്ന് വെച്ചത് ഉഭയമ റിയോസ് ആണ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത്. ബെസ്റ്റ് ആക്ട്രസ് ജാറ സോഫിജ ഓസ്താൻ ആണ് ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലെ എല്ലാ ടോപ്പിക്കുകളും എന്താണ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന പാറ്റേണാണ് അത്. ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് 4 പോയിന്റും അതുപോലെ എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തതെന്നും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ഒഴിവാക്കരുത്. മസ്റ്റായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തിട്ടേ പോകാനുള്ള എക്സാമിന് മുമ്പ്. ആണല്ലോ എപ്പോഴും നമ്മൾ ടോപ്പായിട്ടുള്ള
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നവംബർ മാസത്തിലേക്ക് ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ സോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടംപറേഴ്സ് മാത്രമാണ് ഇത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല 100% ആണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല ഷോർട്ട് ടൈമിൽ ഏറ്റവും ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കണ്ടംപറേഴ്സും എന്നാണ് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മേടിക്കുക, ഫ്രീ ആയിട്ട് എല്ലാ മാസത്തെയും ഫ്രീ മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത് ഗൂഗിൾ ഹാസ് ലോഞ്ച് ന്യൂ കമ്പ്യൂട്ടർ ചിപ്പ് കോൾഡ് അയൺവുഡ്. ഓക്കെ, ഗൂഗിൾ എന്താണ് പുതിയ ചിപ്പ്, അതായത് AI മോഡൽസ് ഒക്കെ AI മോഡൽസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ചിപ്പാണിത്, കമ്പ്യൂട്ടർ ചിപ്പ് കോൾഡ് അയൺവുഡ് എന്ന് പറയുന്ന ചിപ്പ് കേട്ടോ, അയൺവുഡ്. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ മ്യൂസിയം ഓഫ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ലൊക്കേറ്റഡ് അറ്റ് നവറേപ്പൂർ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് എന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ സ്ഥിരമായിട്ട് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് ചോദിക്കാറുണ്ട്, ഷഹീദ് വീർ നാരായൺ, ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ, ഷഹീദ് നാരായൺ മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ്. ഓക്കെ, ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണിത് ഇതിൻ്റെ ഈ ഒരു പേര് കേട്ടോ. ഈ ഫസ്റ്റ് ഡിജിറ്റൽ മ്യൂസിയത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം, ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണിത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നെക്സ്റ്റ്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് ടു ടൈ അപ്പ് വിത്ത് സ്റ്റാർലിങ്ക്. ഓക്കെ, നമ്മുടെ സ്റ്റാർലിങ്കുമായിട്ട് ടൈപ്പ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഓക്കെ, ഫ്രീ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള, ഓക്കെ, ഫ്രീ ഇൻ്റർനെറ്റ് ടു പ്രൊവൈഡ് ഫ്രീ ഇൻ്റർനെറ്റ് അല്ല, ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് സർവീസ് കേട്ടോ, ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് സർവീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് സർവീസ് ആണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത്, ബോട്സ്വാന ആൻഡ് ആഫ്രിക്കൻ കൺട്രി ഈസ് സപ്ലൈങ് 8 more cheetahs ടു ഇന്ത്യ അണ്ടർ പ്രൊജക്ട് ചീറ്റ ഇൻ 2025. നമ്മളൊരു പ്രൊജക്ട് ചീറ്റ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുണ്ടാകുന്നല്ലോ. അപ്പോൾ ചീറ്റപ്പുലികളെ എന്താണ് നവീബിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം നോക്കി, ബോട്സ്വാന, ഓക്കെ, ആൻഡ് ആഫ്രിക്കൻ കൺട്രി ഈസ് സപ്ലൈങ് 8 more cheetahs. ഒക്കെ 8 cheetahs കൊണ്ട് കൂടി എന്താണ് പുതിയതായിട്ട് ബോട്സ്വാനയിൽ നിന്നും അവിടെ ഇന്ത്യയിലേക്ക് എന്താണ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ്, COP30. ഓക്കെ, ഇന്റർനാഷണൽ ക്ലൈമറ്റ് കോൺഫറൻസ്. നമ്മൾ കുറച്ച് മുമ്പ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൻ്റെയും ക്ലൈമറ്റ് റിസ്കിൻ്റെ ഒക്കെ ഇൻഡെക്സ് റാങ്ക്സ് ഒക്കെ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് നോക്കാം COP30 ഇന്റർനാഷണൽ ക്ലൈമറ്റ് കോൺഫറൻസ് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ലൊക്കേഷൻ ബ്രസീൽ. ഓക്കെ, ബ്രസീലിലെ ബെലീം എന്ന സ്ഥലത്താണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. പ്രസിഡന്റ്, ഓക്കെ, ഇതിൻ്റെ പ്രസിഡന്റ് ആണ് ആൻഡ്രി കൊറിയാഡോ ലാഗോ ആണെന്ത് ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? പാർട്ടിസിപ്പൻസ് മെയിനായിട്ട് UNFCCC ആണ്. എന്താണ് UNFCCC? UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് UNFCCC എന്ന് പറയുന്നത് കേട്ടോ. COP30 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദിക്കാനുള്ള ഒറ്റ ഫാക്ടർ എന്ന് വെച്ചാൽ ഇത് എവിടെ വെച്ച് ലൊക്കേഷൻ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതാണെന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യം കേട്ടോ. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത്, ഓൺകോമാർക്ക് AI tool has been developed by Indian scientists to predict cancer behavior. ഓക്കെ, ക്യാൻസർ ബിഹേവിയർ ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ഓൺകോമാർക്ക് AI ടൂൾ എന്നാണ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓങ്കോളജി നോക്കാൻ മതി, ONCO. അപ്പോൾ ഓങ്കോളജി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടും, ഓൺകോമാർക്ക് ആണെന്ന് AI ടൂളിൻ്റെ പേരുന്ന്. ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ടു പ്രഡിക്റ്റ് ക്യാൻസർ ബിഹേവിയർ, ക്യാൻസർ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് വരാൻ പോകുന്നത് പ്രിഡിക്റ്റ് ചെയ്യുന്ന AI ടൂളാണ് ഓൺകോമാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത്, IIT ബോംബെ ഡെവലപ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനിയസ് ക്വാണ്ടം ഡയമണ്ട് മൈക്രോസ്കോപ്പ് QDM. ഓക്കെ, ക്വാണ്ടം ഡയമണ്ട് മൈക്രോസ്കോപ്പ് QDM. ഓക്കെ, അതായത് അഡ്വാൻസ് റിസർച്ചിനൊക്കെ വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. യൂസ്ഡ് ഫോർ അഡ്വാൻസ് റിസർച്ച്. റിസർച്ചിന് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അടുത്ത്, ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൈസ്ഡ് നാഷണൽ മറൈൻ ഫിഷറി സെൻസസ് 2025 ലോഞ്ച് ഇൻ കൊച്ചി. നോക്കിയേ, കൊച്ചിയിലാട്ടോ, നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് ഇത് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൈസ്ഡ് നാഷണൽ മറൈൻ ഫിഷറി സെൻസസ് 2025 ലോഞ്ച് ചെയ്തിരിക്കുന്നവിടെയാണ് നമ്മുടെ കൊച്ചിയിലാട്ടോ. കൊച്ചി വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ.
അടുത്ത് ലക്നൗ സിറ്റി ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് എ യുനെസ്കോ സിറ്റി ഓഫ് ഗാസ്ട്രോണമി. അപ്പോൾ ചോദിക്കാം, ഓക്കെ, ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്നറിയപ്പെടുന്നത് ഏത് സിറ്റിയാണ് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ആൻസർ ലക്നൗ ആണ്. ഓക്കെ, ലക്നൗ ആണ് യുനെസ്കോ സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കി, യുനെസ്കോയുടെ ഒക്കെ ഒരു അംഗീകാരമാണ്. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അടുത്താണ് Bell signed a joint venture with Safran to manufacture Hammer weapons in India. എന്താണ് ഈ ഹാമർ വെപ്പൺസ് പറഞ്ഞാൽ? നോക്കി, ഹൈലി എജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റൻഡ് റേഞ്ച് ആണ് ഇത് ഹാമർ വെപ്പൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് എയർ ടു ഗ്രൗണ്ട് വെപ്പൺസ് ആണ്. ഓക്കെ, എയർ ടു ഗ്രൗണ്ട് വെപ്പൺസിനാണ് ഈ ഹാമർ വെപ്പൺസ് എന്ന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, സൗദി അറേബ്യ ഹാസ് ബീൻ ഡിസിഗ്നേറ്റഡ് എ മേജർ നോൺ നാറ്റോ അലൈ ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ഈ നോൺ നാറ്റോ അലൈ മെമ്പറിലേക്ക് എന്താണ് ആരെ ആഡ് ചെയ്തിട്ടുണ്ട്? സൗദി അറേബ്യനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, നാറ്റോ അലൈ നോൺ നാറ്റോ അലൈ രണ്ടാണ്. നോൺ നാറ്റോ അലൈയിൽ നോക്കി സൗദി അറേബ്യനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തപ്പെടുന്നതാണ് ടോട്ടൽ 21. ഓക്കെ, 21 മെമ്പേഴ്സാണ് നാറ്റോ മെമ്പർഷിപ്പിൽ ഉള്ളത്. നാറ്റോയിൽ എത്രയുണ്ട്? നാറ്റോയിൽ ടോട്ടൽ 32 ആട്ടോ. നാറ്റോയിൽ ടോട്ടൽ 32 മെമ്പേഴ്സാണ് ഉള്ളത്. പക്ഷേ നോൺ നാറ്റോ അല്ലെങ്കിൽ എന്താണ് 21 മെമ്പേഴ്സാണ് ഉള്ളത്. ഇതിനു മുമ്പ് ജോയിൻ ചെയ്ത് കെന്യായിരുന്നു കേട്ടോ. ഈ സൗദി അറേബ്യയ്ക്ക് മുമ്പ് നോൺ നാറ്റോ അലയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് കെന്യ. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നാറ്റോയിൽ 32 മെമ്പേഴ്സ് ഉണ്ട്, മറ്റേ 21 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത്, ഇന്ത്യസ് ഫസ്റ്റ് ഗ്ലോബൽ ലെവൽ എയർക്രാഫ്റ്റ് എഞ്ചിൻ MRO. ഓക്കെ, MRO ഫെസിലിറ്റി ഇനാഗ്രേറ്റഡ് ഇൻ ഹൈദരാബാദ്. ഓക്കെ, ഹൈദരാബാദിൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആരാണ് ഡെവലപ്പ് ചെയ്ത് ചോദിക്കാം? ഡെവലപ്ഡ് ബൈ സാഫ്രൺ ആണ്. ഡെവലപ്ഡ് by Safran. Okay, SAFRAN. ഓക്കെ, ഡെവലപ്ഡ് ബൈ സാഫ്രൺ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നോട്ട്, കാരണം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ്, ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് ഗ്ലോബൽ ലെവൽ എയർക്രാഫ്റ്റ് എഞ്ചിൻ MRO ഫെസിലിറ്റി ഇനാഗ്രേറ്റ് ഇൻ ഹൈദരാബാദ്. എവിടെയാണ്? ഹൈദരാബാദിലാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് 2030 കോമൺവെൽത്ത് ഗെയിംസ്. 2030 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നതാണിത് നമുക്ക് നോക്കാനുള്ളത്. നോക്കിയേ, ന്യൂഡൽഹിയിലാട്ടോ. നമ്മുടെ ന്യൂഡൽഹിയിലാണിത് 2030 കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് 2010 കണ്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, 2010 കേട്ടോ. അപ്പോൾ ഇതിന് ചോദിക്കുക, ഇതിനു മുമ്പ് എപ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്യാൻ ചോദിക്കാം. 2010 എന്താണ് ഇതിനു മുമ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2030 ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത്, രാഹുൽ VS become the India's 91st ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഓക്കെ, ഇന്ത്യയുടെ 91ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ആര് മാറിയിട്ടുണ്ട്? രാഹുൽ VS മാറിയിട്ടുണ്ട്. അപ്പോൾ ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ 91ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അപ്പോൾ എണ്ണം കറക്റ്റായിട്ട് ചോദിക്കാം. 91st ആരാണ്, 90 ആരാണ്, 89th ആരാണ് അങ്ങനെ ചോദിക്കാം. രാഹുൽ VS become India's 91st ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. അടുത്ത്, വീർ, ഇന്ത്യാസ് ഫസ്റ്റ് ഡിഫൻസ് ഇലക്ട്രിക് വെഹിക്കിൾ ഡെവലപ്ഡ് ബൈ പ്രവേഗ് ഡൈനാമിക്സ്. ഓക്കെ, വീർ നോക്കി എന്താണ് ഇന്ത്യയിലെ ഫസ്റ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഫസ്റ്റ് ലാസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലേ. വീർ, ഇന്ത്യാസ് ഫസ്റ്റ് ഡിഫൻസ് ഇലക്ട്രിക് വെഹിക്കിൾ ഡെവലപ്പ് ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? പ്രവാഗ്. ഓക്കെ, പ്രവാഗ് ഡൈനാമിക്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് കേട്ടോ. അടുത്ത്, ISSF വേൾഡ് ചാമ്പ്യൻഷിപ്പ് റൈഫിൾ. ഓക്കെ, ISSF വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഹെൽഡ് അറ്റ് കൈറോ, ഈജിപ്തിലെ കൈറോ വെച്ചാണ് ISSF വേൾഡ് ചാമ്പ്യൻഷിപ്പ് റൈഫിൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഹെൽഡ് അറ്റ് കൈറോ, ഈജിപ്ത്. ഇനി ആരാണ് ഇതിൽ ടോപ്പായത്? ചൈന. ഓക്കെ, ചൈനയാണ് ഇതിനകത്ത് ടോപ്പായിട്ട് മാറിയിട്ടുള്ളത്. സെക്കൻഡ് ആരാണ്? സെക്കൻഡ് സൗത്ത് കൊറിയ ആണ് സെക്കൻഡ് വന്നിട്ടുള്ളത്. തേർഡ് പൊസിഷൻ ആണ് ഇത് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്, തേർഡ് പൊസിഷൻ. അപ്പോൾ നോക്കാൻ ചോദിക്കുന്നത് ടോപ്പായത് ആരാണ്, എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്ത്? ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? തേർഡ് റാങ്ക് ആണ് ISSF റൈഫിൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. തേർഡ് റാങ്ക് 3 ഗോൾഡും 6 സിൽവറും 4 ബ്രോൺസും. ഓക്കെ, 3, 6, 4. ഓക്കെ, 3 ഗോൾഡും 6 സിൽവറും 4 ബ്രോൺസും ആണ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് നോക്കുക. പറഞ്ഞാലും 10, 13. ഓക്കെ, ടോട്ടൽ 13 മെഡൽസ് ആണ് ഇന്ത്യ ടോട്ടലി കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇനി ഗോൾഡ് വിന്നേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, സമ്രാട്ട് റാണ ആൻഡ് രവീന്ദ്ര സിംഗ്. ഓക്കെ, 2 ഇമ്പോർട്ടൻ്റ് ഗോൾഡ് വിന്നേഴ്സ് പേരാണ്. സമ്രാട്ട് റാണ ആൻഡ് രവീന്ദ്ര സിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡ് മെഡലിസ്റ്റുകളുടെ. അപ്പോൾ അവരുടെ പേര് കൊണ്ട് എന്താണ് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണേ.
അടുത്ത് ജക്കാർത്ത സിറ്റി ബിക്കം ദ മോസ്റ്റ് പോപ്പുലർ സിറ്റി. ഓക്കെ, ജക്കാർത്ത ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ സിറ്റി ഏതാണെന്ന് വെച്ചാൽ ജക്കാർത്ത സിറ്റിയാണ്. അത്യാവശ്യം 42 മില്യൺ ആണ് അവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സിറ്റി ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള സിറ്റി ഏതാണെന്ന് വെച്ചാൽ ജക്കാർത്തയാണ്. 42 മില്യൺ ആണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു ഡെവലപ്പ് ഇൻഡെക്സ് 2025. ഓക്കെ, വീണ്ടും അഗെയിൻ ഒരു ഇൻഡെക്സ് ആണ്. എന്താണ് ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു ഡെവലപ്മെന്റ് ഇൻഡെക്സ് CDI 2025. ഇന്ത്യ റാങ്ക് ടോപ്പ് ആരാണ് ടോപ്പ്? ഓക്കെ, ടോപ്പായത് സ്വീഡൻ ആണത് ടോപ്പ് റാങ്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 36 ആണത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പ്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 36 ആണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഇന്റർനാഷണൽ എമ്മി അവാർഡ്സ്. നമ്മൾ കുറച്ച് മുമ്പ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് ഒക്കെ പഠിച്ചായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണത് എമ്മി അവാർഡ്സ് എന്ന് പറയുന്നത് 53rd അവാർഡ് ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ബെസ്റ്റ് ആക്ടർ ഒറിയൽ പ്ലാൻ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത്. ബെസ്റ്റ് ആക്ട്രസ് ആണ് അന്ന മാക്സ്വെൽ മാർട്ടിൻ ആണ് ബെസ്റ്റ് ആക്ട്രസ്. അപ്പോൾ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡ്രാമ സീരീസ്. ഓക്കെ, ബെസ്റ്റ് ഡ്രാമ സീരീസ് ചോദിക്കാറുണ്ട്. ബെസ്റ്റ് TV മൂവി അല്ലെങ്കിൽ മിനി സീരീസ് ആണ് ലോസ്റ്റ് ബോയ്സ് ആൻഡ് ഫെയറീസ് ആണ് ദ ബെസ്റ്റ് TV മൂവി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4 കാറ്റഗറികളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡ്രാമ സീരീസ്, ബെസ്റ്റ് TV മൂവി. ഇത് 4 എന്താണ്? 4 നിങ്ങൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് ACITI പാർട്ണർഷിപ്പ്. ഓക്കെ, നോക്കിയെന്താണ്? ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ ലോഞ്ച് ട്രൈലാറ്ററൽ ടെക് ആൻഡ് ഇന്നോവേഷൻ പാർട്ണർഷിപ്പ്. അതാണ് ACITI എന്ന് പറയുന്നത്. നോക്കി, ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡയും കൂടെ എന്താണ് ഒരുമിച്ച് ഒരു ACITI പാർട്ണർഷിപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എൻഹാൻസ് കോപ്പറേഷൻ ഇൻ ക്രിട്ടിക്കൽ ആൻഡ് എമേർജിംഗ് ടെക്നോളജീസ്. ഇതിനാണ് ടു എൻഹാൻസ് കോപ്പറേഷൻ ഇൻ ക്രിട്ടിക്കൽ ആൻഡ് എമേർജിംഗ് ടെക്നോളജീസ് ആണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുക ഏതൊക്കെ കൺട്രീസ് ACITI എന്ന് പറയുമ്പോൾ അസേരി എന്ന് വായിക്കാം അല്ലെങ്കിൽ ACITI എന്ന് വായിക്കാം. ഇത് മൂന്നും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള കൊളാബറേഷൻ ആണെന്ന് ചോദിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ഇന്ത്യ ഹാസ് വോൺ ദ ബ്ലൈൻഡ് വുമൺസ് T20 വേൾഡ് കപ്പ് 2025. എഗെയിൻ നോക്കി, നമ്മൾ നേരത്തെ Under-19 വുമൺസ് വേൾഡ് കപ്പ് എന്നൊക്കെ പഠിച്ചായിരുന്നു. അതുപോലെ വുമൺസ് വേൾഡ് കപ്പ് ഒക്കെ പഠിച്ചായിരുന്നു. നോക്കി, ഇതെന്താ? ഇത് ബ്ലൈൻഡ് അല്ലേ? നോക്കി, ദ ബ്ലൈൻഡ് വുമൺസ് വേൾഡ് കപ്പ് ആരാണ് സ്വന്തമാക്കിയത്? അത് സ്വന്തമാക്കിയത് ആരാണ്? അതും ഇന്ത്യനാണ്. ദ ബ്ലൈൻഡ് വുമൺസ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ എന്താണ് ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ആരാണ് വോൺ ചെയ്തത്? ലക്ഷ്യ സെൻ ആണെന്ത്? നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരനായ ലക്ഷ്യ സെൻ ആണെന്ത് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്ത് പലക് മുജാൽ ഹാസ് ബീൻ ഹോണേർഡ് ബൈ ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ഫണ്ടിങ് ഓവർ 3,800 ഹേർട്ട് സർജറീസ്. ഏകദേശം 3,800 ഹേർട്ട് സർജറിക്ക് ഫണ്ടിങ് ചെയ്തുകൊണ്ടാണ് വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് പലക് മുജാൽ. ഓക്കെ, പലക് മുജാൽ എന്താണ് 3,800 ഹേർട്ട് സർജറിക്ക് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഹാസ് ബീൻ ഹോണേർഡ് ബൈ ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ഫണ്ടിങ് ഓവർ 3,800 ഹേർട്ട് സർജറീസ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് 30th CII പാർട്ണർഷിപ്പ് സബ്മിറ്റ് 2025. ഓക്കെ, ഹെൽഡ് അറ്റ് വിശാഖപട്ടണം. ഞാൻ പറഞ്ഞിട്ട് സബ്മിറ്റ്സ് യോജനാസ് ഇതൊക്കെ എവിടെ വെച്ചാണ് നടക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ നോക്കി ഈ 30th CII പാർട്ണർഷിപ്പ് സബ്മിറ്റ് നടന്ന എവിടെയാണ്? അത് ഹെൽഡ് അറ്റ് വിശാഖപട്ടണത്ത് വെച്ചാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ തീമാട്ടോ. ഇത് തീമാണെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് നോക്കി, ഇതിൻ്റെ തീമാണ് ടെക്നോളജി ട്രസ്റ്റ് ആൻഡ് ട്രേഡ് നാവിഗേറ്റിംഗ് ദ ന്യൂ ജിയോ എക്കണോമിക് ഓർഡർ. ഓക്കെ, ഇവിടെ ഉണ്ടോ ടെക്നോളജി ട്രസ്റ്റ് ആൻഡ് ട്രേഡ് നാവിഗേറ്റ് ദ ന്യൂ ജിയോ എക്കണോമിക് ഓർഡർ ആണിത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തീം ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. നമ്മുടെ സബ്മിറ്റ് എവിടെയാണ് കണ്ടക്ട് ചെയ്തത്, പിന്നെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിശാഖപട്ടണത്താണ് ഇത് കണ്ടക്ട് ചെയ്ത പോലെ നോക്കിയ തീം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് രാജ്കുമാർ അറോറ ടുക്ക് ചാർജ് ആസ് ഫിനാൻഷ്യൽ മാത്രമല്ല ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ്. ഫിനാൻഷ്യൽ അഡ്വൈസർ ഓഫ് ഡിഫൻസ്. ഓക്കെ, ഫിനാൻഷ്യൽ അഡ്വൈസർ ഓഫ് ഡിഫൻസ് സർവീസ് ആട്ടോ. ഫിനാൻഷ്യൽ അഡ്വൈസർ ഓഫ് ഡിഫൻസ് സർവീസസ് കേട്ടോ. ഓക്കെ, രാജ്കുമാർ അറോറ ടുക്ക് ചാർജ് ആസ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഓഫ് ഡിഫൻസ്
ഡിഫൻസ് സർവീസസ്. അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ഈ അപ്പോയിൻമെൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് വേണു ശ്രീനിവാസൻ റിസീവ്ഡ് ദ CII ക്വാളിറ്റി രത്ന അവാർഡ് 2025. ഓക്കെ, വീണ്ടും ഒരു അവാർഡ്സ് അല്ലേ, നമ്മുടെ അവാർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ്? വേണു ശ്രീനിവാസൻ റിസീവ്ഡ് ദ CII ക്വാളിറ്റി രത്ന അവാർഡ് 2025 കേട്ടോ. ഒരു അപ്പോയിൻമെൻറ്റ് പഠിച്ചു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അവാർഡ് സെക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് അമിത് അഗർവാൾ ഹാസ് ബീൻ അപ്പോയിൻറ്റ് ആസ് ദ ന്യൂ ടെലികോം സെക്രട്ടറി. എഗെയിൻ വീണ്ടും എന്താണ്, വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണല്ലേ. നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് അവാർഡ്സ് ഇത് തന്നെ ഉണ്ട്, നമുക്ക് ഒരു ലോഡ് പഠിക്കാനുണ്ട് അപ്പോയിൻമെൻറ്റ്സ് അവാർഡ്സ് തന്നെ. അപ്പോൾ അത് തന്നെ എന്താണ് നിങ്ങൾ മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അമിത് അഗർവാൾ ഹാസ് ബീൻ അപ്പോയിൻറ്റ് ആസ് എ ന്യൂ ടെലികോം സെക്രട്ടറി. ടെലികോം സെക്രട്ടറി ആയിട്ട് പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തതാണ് അമിത് അഗർവാളിനെ കേട്ടോ. അവരടുത്താണ് സന്ദീപ് പ്രധാൻ. ഓക്കെ, സന്ദീപ് പ്രധാൻ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ വോൾ ടൈം മെമ്പർ ഓഫ് സെബി. ഓക്കെ, നമ്മുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിലെ പുതിയ എന്താണ് വോൾ ടൈം മെമ്പറായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്? സന്ദീപ് പ്രധാനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അപ്പോയിൻമെൻറ്റ്സ് അവാർഡ്സ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ടോപ്പിക്കുകളും നോക്കാറുണ്ട് അല്ലേ. അടുത്താണ് COP 30 അല്ല, COP 31 കണ്ടക്ട് ചെയ്തില്ല. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഹോസ്റ്റ് ഏത് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് നമ്മൾ നോട്ട് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ COP 31 എവിടെ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? COP 31 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടർക്കിയിൽ കേട്ടോ. ടർക്കി വെച്ചാണ് COP 31 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. COP 31 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാണ് ടർക്കിയിൽ വെച്ചാണ് COP 31 നടക്കാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാൻ നല്ല ഹൈ ചാൻസ് ചോദ്യമാണ്. എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്നാണ് സ്ഥിരമായിട്ട് വരുന്നൊരു പാറ്റേൺ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട് നോക്കാം. റോജർ ഫെഡറർ ഹാസ് ബീൻ ഇൻഡക്റ്റഡ് ടു ദ ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം 2026. നോക്കി, ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് ആരെയാണ്? റോജർ ഫെഡറിനെയാണെന്ത് അവർ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, റോജർ ഫെഡറർ ഹാസ് ബീൻ ഇൻഡക്റ്റഡ് ടു ദ ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം 2026 കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് കിട്ടുക. റോജർ ഫെഡറർ ഇമ്പോർട്ടൻ്റ് ആളല്ലേ, അപ്പോൾ അതുപോലെ നോക്കി നോക്കുക കേട്ടോ. ടോം ക്രൂസ് അല്ലേ, നമ്മൾ അതായത് സൺസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അമ്പരന്ന് പോയിട്ടുള്ളതാണ്. ടോം ക്രൂസ് റിസീവ്ഡ് ആൻ ഹോണററി ഓസ്കാർ ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ 16th ഗവർണേഴ്സ് അവാർഡ്. ഓക്കെ, 16th ഗവർണേഴ്സ് അവാർഡ് വെച്ച് നോക്കിയാൽ അതിന് കിട്ടിയിട്ടുണ്ട് എന്താണ്? ഹോണററി ഓസ്കാർ ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ 16th ഗവർണേഴ്സ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടോം ക്രൂസ് നമുക്ക് എല്ലാവർക്കും സുപരിചിത ആളാണ് ടോം ക്രൂസ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ അവാർഡ് കിട്ടി. അപ്പോൾ അവാർഡ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഫിലിമായിട്ട് ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് ചോദിക്കും കേട്ടോ. അടുത്താണ് ഭോപ്പാൽ സിറ്റി ഹോസ്റ്റഡ് ദ 22nd ഓൾ ഇന്ത്യ TDS കോൺഫറൻസ് കേട്ടോ. ഓക്കെ, ഭോപ്പാൽ സിറ്റി ഹോസ്റ്റഡ് ദ 22nd, വീണ്ടും ഒരു കോൺഫറൻസ് അല്ലേ. ഓക്കെ, ഭോപ്പാൽ സിറ്റി ഹോസ്റ്റഡ് ദ 22nd 22ാമത്തെ ഓൾ ഇന്ത്യ TDS കോൺഫറൻസ് ആണ്. ഇനി ഇതാരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്? CBDT കേട്ടോ. ഓർഗനൈസ്ഡ് ബൈ CBDT, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ബെൽജിയം ആൻഡ് നെതർലാൻഡ്സ് വിൽ ജോയിൻ്റ്ലി ഹോസ്റ്റ് ദ 2026 FIH ഹോക്കി വേൾഡ് കപ്പ്. വീണ്ടും ഒരു വെന്യൂ ആണ്. ഓക്കെ, എവിടെയാണ് അത്? FIH ഹോക്കി വേൾഡ് കപ്പ് എവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ബെൽജിയം ആൻഡ് നെതർലാൻഡ്സ് രണ്ടിലും കൂടി എന്താണ് ഒരുമിച്ചാണ് നമ്മുടെ 2026 ഹോക്കി വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന വെന്യൂ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അവിടെയാണ് ബെൽജിയം ആൻഡ് നെതർലാൻഡ്സ് രണ്ടുപേരും കൂടിയാണേ. നെക്സ്റ്റ് ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. അഗെയിൻ വീണ്ടും സ്പോർട്സിലേക്ക് വരുവാണ്. ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നോക്കാം, മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് എവിടെ വെച്ചാൽ കണ്ടക്ട് ചെയ്ത്? ധാക്ക, ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലായ ധാക്കയിലാണിത് ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്തത് അല്ലേ. ഹെല്ലറ്റ് ധാക്കയിലാണിത് ഇത് കണ്ടക്ട് ചെയ്തത്. ഇനി ഇന്ത്യ ടോപ്പ്ഡ്, പ്രത്യേകം നോട്ട് ചെയ്യുക, ഇന്ത്യ ആണിത് ഈ ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ടോപ്പായി മാറിയത്. നോക്കി, 6 ഗോൾഡും 3 സിൽവറും 1 ബ്രോൺസും എന്താണ് എടുത്തുകൊണ്ട് ഇന്ത്യ ആണിത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ടോപ്പായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നോക്കി, ധീരജ് ബൊമ്മദേവര ആൻഡ് അങ്കിത ഭഗത് ഹാസ് വോൺ ഗോൾഡ്. നമുക്ക് ടോട്ടൽ 6 ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഈ 2 പേരിലാണ്. ഒന്ന് ധീരജ് ബൊമ്മദേവയും അതുപോലെ അങ്കിത ഭഗത്തും, രണ്ടുപേർക്കും ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നോക്കി, സെക്കൻഡ് പൊസിഷൻ ആരാന്ന് നോക്കാം, തേർഡ് പൊസിഷൻ ആരാന്ന് നോക്കാം. സെക്കൻഡ് പൊസിഷൻ ലഭിച്ചിരിക്കുന്നത് സൗത്ത് കൊറിയയ്ക്കാണ്. തേർഡ് പൊസിഷൻ ലഭിച്ചിരിക്കുന്നത് നടക്കുന്നത് അത് ചൈനീസ് ടൈപ്പേക്കാണ് തേർഡ് പൊസിഷനും ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. ഹോസ്റ്റ് എവിടെയാണ്? അതുപോലെ ഇന്ത്യയുടെ ടോട്ടൽ മെഡൽസും ചോദിക്കാറുണ്ട്, അങ്ങനെ ചോദിക്കാറുണ്ട്. നോക്കി, 6 10 മെഡൽസ്, ടോട്ടൽ 10 മെഡൽസ് ആണെന്ത് 10 മെഡൽസ് ആണ് ഇന്ത്യക്ക് കിട്ടിയത്. അപ്പോൾ അതും അങ്ങനെ ചോദിക്കാം കേട്ടോ, എത്ര മെഡൽസ് ആണ് ടോട്ടൽ കിട്ടിയത്, അല്ലെങ്കിൽ എത്ര ഗോൾഡ് ആണ് കിട്ടിയതെന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ അങ്കിത ഭഗത്തിനും ധീരജ് ബൊമ്മദേവരയ്ക്കും ഏത് മെഡലാണ് കിട്ടിയെന്ന് ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഓക്കെ,
Next, Arvind Yashwant Patil won first prize in National Gopal Ratna Awards 2025 for Best Dairy Farmer. Okay, Best Dairy Farmer Awards ആണ്. ഈ അവാർഡിൽ നിന്നാണ് ഈ അവാർഡ് ലഭിച്ചാർക്കാണെന്ന് അരവിന്ദ് യശ്വന്ത് പാട്ടീലിനാണ് ഈ ഗോപാൽ രത്ന അവാർഡ്സ് ഒരുപാടുണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അവാർഡാണ് ബെസ്റ്റ് ഡയറി ഫാമർ എന്ന് പറയുന്ന അവാർഡ് കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ബെസ്റ്റ് ഡയറി ഫാമർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അരവിന്ദ് യശ്വന്ത് പാട്ടീലിനാണ് ഈ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഒന്ന് അത് പഠിച്ച് വെക്കാം കേട്ടോ. അടുത്ത, മുംബൈ സിറ്റി ഹാസ് ബീൻ റാങ്ക് ആസ് ഏഷ്യാസ് ഹാപ്പിയസ്റ്റ് സിറ്റി. നോക്കി, ഏഷ്യൻ റാങ്കിങ്ങിൽ എടുക്കുമ്പോഴേക്കും ഏഷ്യയിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് സിറ്റീസിൻ്റെ കണക്കെടുക്കുക. അതിനകത്ത് തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള അതൊരു റേറ്റിംഗിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സിറ്റി ഏതാണ്? അത് മുംബൈ സിറ്റി കേട്ടോ. മുംബൈ സിറ്റി ഹാസ് ബീൻ റാങ്ക്ഡ് ആസ് ഏഷ്യാസ് ഹാപ്പിയസ്റ്റ് സിറ്റി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് രവീന്ദ്ര ജഡേജ ബിക്കം ദ fourth cricketer in Test history to score 4,000+ runs and take 300+ wickets. നോക്കി, 4000 റൺസ് പ്ലസ് 300 വിക്കറ്റുകൾ സ്വന്തമാക്കിയ നാലാമത്തെ, ഓക്കെ, ടെസ്റ്റിൽ എന്താണ് സ്വന്തമാക്കിയ നാലാമത്തെ ആളാണിത് ജഡേജ. വെറും ഇത്രയും കാലമായിട്ട് വെറും 4 പേർക്കാണിത് അതുള്ളൂ. നോക്കി, ബോധാം, കപിൽ ദേവ്, വെച്ചോറി ആൻഡ് ജഡേജ. ഓക്കെ, അങ്ങനെ 4 പേര് മാത്രമാണിത് ഇതുവരെ ഈ ഒരു കാര്യം നേടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നാലാമനായിട്ട് നമ്മുടെ ജഡേജ കൂടി മാറിയിട്ടുണ്ട്. 4000 റൺസ് പ്ലസ് എന്താണ് പ്ലസ് 300+ വിക്കറ്റ്സ്, രണ്ടും അതിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് സൺസ് ഓഫ് ദ സോയിൽ അവാർഡ്. എന്താണ് സൺസ് ഓഫ് ദ സോയിൽ അവാർഡ്? ഇനി ആരാണ് പ്രസന്റ് ചെയ്തത്? സർബാനന്ദ സോണോവാൾ പ്രസന്റ് ടു 5 എമർജിംഗ് അച്ചീവേഴ്സ്. അതായത് ആസാമിലെ 5 എമർജിംഗ് അച്ചീവേഴ്സിനാണ് കൊടുത്തത്. ടു ആസാമിലെ മെമ്പേഴ്സിനാണ് കേട്ടോ. ആസാം, ഓക്കെ, ആസാമിലെ ആൾക്കാർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ആരാണ് ഈ സർബാനന്ദ സോനോവാൾ? അല്ലെ, മിനിസ്റ്റർ ഓഫ് ഷിപ്പിംഗ്, പോർട്സ് ആൻഡ് വാട്ടർ വേസിലാണ് സർബാനന്ദ സോനോവാൾ. അപ്പോൾ അദ്ദേഹം 5 പേർക്ക് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇഷാറാണി ബാറുഹ, ഹിംജ്യോതി തലുക്ദർ, ഡോക്ടർ ദബ്ജാണി ബോറ, ഓക്കെ, സുക്രീത ബാറു, അതുപോലെ സംഘമിത്ര കാളിത. ഈ 5 പേരുടെ പേര് നോട്ട് ചെയ്തുക. ഡിഫറെൻറ്റ് ഫീൽഡുകളാട്ടോ. ഇപ്പോൾ ഒരാൾ സ്പോർട്സ് ആണ്, ഒരാൾ ടെക്നോളജി ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേർണലാണിത് ആൾക്കാർക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കണ്ട എത്ര എമർജിങ് ഈ സൺസ് ഓഫ് സോയിൽ അവാർഡ് എത്ര പേർക്കാണെന്ന് വെച്ചാൽ 5 പേർക്കാണ് കൊടുത്തത്. ജസ്റ്റ് ഇവരുടെ 5 പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ചോദിക്കാം. അവാർഡ്സ് ആണ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഒരു മിനിസ്റ്റർ കൊടുക്കുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ചൈന ഈസ് ബിൽഡിംഗ് ദ വേൾഡ്സ് ഫസ്റ്റ് ന്യൂക്ലിയർ റെസിസ്റ്റന്റ് ആർട്ടിഫിഷ്യൽ ഫ്ലോട്ടിംഗ് ലാൻഡ്. ഓക്കെ, അതിന് ഡീപ് സീ AI ബദലാണ് നാട്ട പേര്. ഓക്കെ, എൻ്റെ പേര് ഓക്കെ ഡീപ് സി ഓൾ വെതർ. ഓക്കെ ഡീപ് സി ഓൾ വെതർ റെസിഡന്റ് ഫ്ലോട്ടിംഗ് ലാൻഡ് എന്നാണെന്ത് ഐലൻഡ് എന്നാണെന്ത് അതിൻ്റെ പേര് കേട്ടോ. ഓക്കെ, ചൈന വേൾഡ്സ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് അല്ലേ. വേൾഡ് ഫസ്റ്റ് ന്യൂക്ലിയർ റെസിസ്റ്റന്റ് ആർട്ടിഫിഷ്യൽ ഫ്ലോട്ടിംഗ് ഐലൻഡ്, അതിൻ്റെ പേരാണ് ഡീപ് സി ഓൾ വെതർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ഇന്ത്യ പോസ്റ്റ് ലോഞ്ച് ഫസ്റ്റ് ജെൻ ഇസഡ് തീംഡ് ക്യാമ്പസ് പോസ്റ്റ് ഓഫീസ് അറ്റ് IIT ഡൽഹി. ഓക്കെ, എവിടെയാണ്? IIT ഡൽഹിയിലാണ് ഫസ്റ്റ് ജെൻ ഇസഡ് തീംഡ് ക്യാമ്പസ് പോസ്റ്റ് ഓഫീസ് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പുതിയ ടൈപ്പ് ഓഫ് ഇന്നോവേഷൻ ജെൻസി കിഡ്സ് എന്ന് പറയില്ലേ, അതിൻ്റെ ഭാഗമായിട്ട്. അടുത്ത് നോക്കി, പാരാ സോഷ്യൽ വേർഡ് വാസ് നെയിം ആസ് കാംബ്രിഡ്ജ് ഡിക്ഷണറീസ് വേർഡ് ഓഫ് ദി ഇയർ 2025. അപ്പോൾ ഈ കാംബ്രിഡ്ജും ഓക്സ്ഫോർഡൊക്കെ എന്താണ് എല്ലാ വർഷവും ഓരോ വേർഡ്സ് അല്ലെ അവരുടെ വേർഡ്സ് ആയിട്ട് അവർ കൊടുക്കാറുണ്ട്. ഓക്കെ, വേർഡ് ഓഫ് ദി ഇയർ കാംബ്രിഡ്ജ് കൊടുത്തേക്കാണ് പാരാ സോഷ്യലാണിത് 2025 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് എന്താണ് അവർ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെന്താണ് ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത് കേട്ടോ. അടുത്താണ് സെർജിയോ ഗോർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ US അംബാസഡർ ടു ഇന്ത്യ. അഗെയിൻ ഓക്കെ, നമുക്ക് എല്ലാ കൺട്രീസിനും എന്താണ് അംബാസഡേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, സെർജിയോ ഗോർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ US അംബാസഡർ ടു ഇന്ത്യ. ഓക്കെ, അതായത് US നിന്ന് ഇന്ത്യയിലേക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്ത അംബാസഡർ എന്ന് വെച്ചാൽ അത് സെർജിയോ ഗോർ ആട്ടോ, സെർജിയോ ഗോർ. അടുത്താണ് ശൈലേഷ് ചന്ദ്ര ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ലീഡ് OICA. ഓക്കെ, ശൈലേഷ് ചന്ദ്ര വീണ്ടും അഗെയിൻ ഒരു അപ്പോയിൻമെന്റ് അല്ലേ, അപ്പോയിൻമെന്റ് ആണ്. ശൈലേഷ് ചന്ദ്ര ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ലീഡ് ദ OICA. ഈ OICA എന്ന് വെച്ചാൽ മെയിനായിട്ട് പറഞ്ഞ വെച്ചാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ ആട്ടോ, മോട്ടോർ വെഹിക്കിൾ മാനുഫാക്ചറിങ് ആട്ടോ, മോട്ടോർ വെഹിക്കിൾ മാനുഫാക്ചറിങ്.
മോട്ടോർ വെഹിക്കിൾ മാനുഫാക്ചറിംഗ് ആണ് മെയിനായിട്ട് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്താണ് ഡോക്ടർ സായി ഗൗതം ഗോപാലകൃഷ്ണൻ ഹാസ് ബീൻ അവാർഡഡ് ദ മനോഹർ പരിക്കർ യുവ സയൻറ്റിസ്റ്റ് അവാർഡ്. അഗെയിൻ ഫുൾ അവാർഡ്സ് ആണ് അല്ലേ. ഓക്കെ, ഡോക്ടർ സായി ഗൗതം ഗോപാലകൃഷ്ണൻ എന്താ അവാർഡ് ലഭിച്ചത്? യുവ സയൻറ്റിസ്റ്റ്. ഓക്കെ, പരിക്കർ യുവ സയൻറ്റിസ്റ്റ് അവാർഡാണത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, സ്റ്റുഡൻറ് ഹാസ് ബിക്കം ദ വേൾഡ്സ് ഫസ്റ്റ് ക്യാഷ്ലെസ് നേഷൻ. ഓക്കെ, വേൾഡിലെ തന്നെ ആദ്യത്തെ ക്യാഷ്ലെസ് നേഷനായിട്ട് കംപ്ലീറ്റ് നോക്കിയ ട്രാൻസാക്ഷൻ വൈസ് ക്യാഷ് ഇല്ലാത്ത ക്യാഷ്ലെസ് നേഷനായിട്ട് മാറിയിട്ടുള്ളതാണ് സ്വീഡൻ. സ്വീഡൻ വേൾഡ്സ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ക്യാഷ്ലെസ് നേഷൻ. ഇതാണ് അത് സ്വീഡൻ ആട്ടോ, സ്വീഡൻ. ഓക്കെ, അടുത്താണ് ഇന്ത്യ ലോഞ്ച് യുവ AI ഫോർ ഓൾ എ ഫ്രീ നാഷണൽ AI കോഴ്സ് ഫോർ എവരി ഇന്ത്യൻ. അതായത് എല്ലാ യൂത്തിനാണ് യുവ അല്ലെ, യുവ മീൻസ് എന്നാണ് എല്ലാ യൂത്തിനും വേണ്ടി എന്നാണ് ഒരു ഫ്രീ ആയിട്ടുള്ള നാഷണൽ AI കോഴ്സ് എന്നാണ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണിത് യുവ AI എന്ന് പറയാം കേട്ടോ. യുവ AI എന്നാണിത് ആ കോഴ്സിൻ്റെ പേര് കേട്ടോ. അടുത്ത നെക്സ്റ്റ് നോക്കി, DRDO ഹാസ് ഡെവലപ്ഡ് ദ ന്യൂ ജനറേഷൻ ഓഫ് ദ മാൻ പോർട്ടബിൾ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. ഓക്കെ, MPOUVS നോക്കി, അതായത് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് AUV എന്ന് പറയുന്നത് കേട്ടോ. അതായത് മാൻ പോർട്ടബിൾ ആയിട്ടുള്ള പുതിയ അണ്ടർ വാട്ടർ നോക്കി വെഹിക്കിൾസ് ആര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? ആരാ ഡെവലപ്പ് ചെയ്യുന്ന ചോദിക്കാറുള്ളൂ. മെയിനായിട്ട് ചോദിക്കുന്നത് വെച്ചാൽ ആരാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതാണിത് മെയിനായിട്ട് ചോദിക്കാറുള്ളൂ. ആരാണ്? DRDO ആണിത് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ്, പഞ്ചാബ് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ടു ഇംപ്ലിമെന്റ് ദ അമെൻഡഡ് ഭാരത് നെറ്റ് സ്കീം സ്റ്റേറ്റ് വൈഡ്. എന്താണ് ഈ അമെൻഡഡ് ഭാരത് നെറ്റ് സ്കീം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് നോക്കിയ ബ്രോഡ്ബാൻഡ്, അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻസ്, ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ബ്രോഡ്ബാൻഡ് അതുപോലെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഫസ്റ്റ് ടു ഇംപ്ലിമെൻറ്റ് ദ അമെൻഡഡ് ഭാരത് നെറ്റ് സ്കീംസ് സ്റ്റേറ്റ് വൈഡ്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചതാണ് അത് പഞ്ചാബ് ആട്ടോ. പഞ്ചാബ് സ്റ്റേറ്റ് ആണ് ഇത് ഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അമെൻഡഡ് ഭാരത് നെറ്റ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത്, ഒമാൻ കൺട്രി ഹാസ് ബീൻ ഇലക്ടഡ് ആസ് എ മെമ്പർ ഓഫ് ദ യുനെസ്കോ MAB കൗൺസിൽ ഫോർ 2025-2029. ഓക്കെ, അത് മാൻ ആൻഡ് ബയോസ്ഫിയർ ആട്ടോ. എന്ന് വെച്ചാൽ മാൻ ആൻഡ് ബയോസ്ഫിയർ എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. മാൻ ആൻഡ് ബയോസ്ഫിയർ എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം, മാൻ ആൻഡ് ബയോസ്ഫിയർ. അടുത്താണ്, ഗുരുദേവ് ശ്രീ സർ രവിശങ്കർ ഹാസ് ബീൻ അവാർഡഡ് വേൾഡ് ലീഡർ ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, ആരാണ്? ഗുരുദേവ് ശ്രീ സർ രവിശങ്കർ ഹാസ് ബീൻ അവാർഡഡ് വേൾഡ് ലീഡർ ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി 2025. ജസ്റ്റ് നോട്ട് ചെയ്യുക. അടുത്ത്, സഞ്ജയ് ഗാർഗ് ബിക്കം ദ ഡയറക്ടർ ജനറൽ ഓഫ് BIS. നമുക്കറിയാം അല്ലേ, BIS എന്താ? ഏത് വർഷം ഫൗണ്ട് ചെയ്ത്? ഓക്കെ, നിങ്ങൾക്കൊരു തരാം. ഏത് വർഷം ഫൗണ്ട് ചെയ്തെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അതുപോലെ എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്യുന്നുള്ളതിൻ്റെ കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, BIS ഫൗണ്ട് ചെയ്തു. അപ്പോൾ സഞ്ജയ് ഗാർഗ് ബിക്കം ദ ഡയറക്ടർ ജനറൽ ഓഫ് BIS കേട്ടോ. നെക്സ്റ്റ് അടുത്താണ്, ബംഗ്ലാദേശ് ബിക്കം ദ ഫസ്റ്റ് ടു ജോയിൻ ദ UN വാട്ടർ കൺവെൻഷൻ. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിൻ്റെ കാര്യമൊക്കെ ആകുമ്പം അതോളം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. വീണ്ടും ഫസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. നോക്കിയേ, ബംഗ്ലാദേശ് ബിക്കം ദ ഫസ്റ്റ് ടു ജോയിൻ ദ UN വാട്ടർ കൺവെൻഷൻ. UN വാട്ടർ കൺവെൻഷൻ ജോയിൻ ചെയ്യാനുള്ള, അതായത് വാട്ടർ കൺസർവേഷൻ കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണിത്. അതായിട്ട് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് കൺട്രിയാണ് ബംഗ്ലാദേശ് കേട്ടോ, ബംഗ്ലാദേശ്. അടുത്താണ്, ഇന്ത്യസ് ഫസ്റ്റ്, അഗെയിൻ ഫുള്ള് ഫസ്റ്റ് ആണല്ലോ. ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഡെവലപ്ഡ് ബൈ QPI AI. ഓക്കെ, ഇന്ത്യൻ ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഡെവലപ്ഡ് ബൈ QPI AI ആണിത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് അടുത്ത്, സർവേ വെസൽ INS ഇഷ്കാക് വാസ് കമ്മീഷൻ അറ്റ് കൊച്ചി. കൊച്ചി INS ഇക്ഷാക് എവിടെ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്? അത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലാണത് അത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് അടുത്താണ്, റഷ്യ ലോഞ്ച്ഡ് ദ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ. ഓക്കെ, ഖബാർവോസ് ഏതാണ്? ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ, പുതിയൊരു സബ്മറൈൻ ആര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? റഷ്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണിത് ഖബാറോസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ. അപ്പോൾ ചോദിക്കാം, ഈ ഖബാറോസ്ക് ആര് കൊണ്ടുവന്നാണ്, ആര് ലോഞ്ച് ചെയ്താണ്, ഏത് കൺട്രിയാണെന്ന് ചോദിക്കാം. റഷ്യ ആണ് കേട്ടോ. ഓക്കെ,
അടുത്ത് സെക്കൻഡ് WHO ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ സമ്മിറ്റ്. ഓക്കെ, രണ്ടാമത്തെ ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ സമ്മിറ്റ് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്ത്? ഹൗസ് അറ്റ് ന്യൂഡൽഹി. എവിടെ വെച്ച് കണ്ടക്ട് ചെയ്ത്? ന്യൂഡൽഹി വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത്. 2025 ഓക്കെ നവംബറിൽ ആണെന്ന് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് നോക്കി എല്ലാവരും മോദിയൊക്കെ അന്ന് പങ്കെടുത്തൊരു സബ്മിറ്റ് ആണ്. അപ്പോൾ എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സബ്മിറ്റ് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കാട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് അത് പഠിച്ചു വെക്കുക. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഹോസ്റ്റ് അറ്റ് ന്യൂഡൽഹിയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്ത് ഗസാല ഹാഷ്മി ആൻഡ് ഇന്ത്യൻ ഒറിജിൻ ലീഡർ ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് വിർജീനിയ. ഓക്കെ, ഗസാല ഹാഷ്മി ആൻഡ് ഇന്ത്യൻ ഒറിജിൻ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വന്നത് കേട്ടോ. ഇന്ത്യൻ ഒറിജിൻ ലീഡർ ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് വിർജീനിയ. ഓക്കെ, വിർജീനിയയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ട് എന്താണ് ഇവരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ജാനിക് സിന്നർ ഹാസ് വോൺ 2025 പാരീസ് മാസ്റ്റേഴ്സ് മെൻസ് സിംഗിൾസ് ടൈറ്റിൽ. അഗെയിൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് ഇവൻ്റ് ആണ്. മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ആരാണ്? ജാനിക് സിന്നർ ഹാസ് വോൺ ദ 2025 പാരീസ് മാസ്റ്റേഴ്സ് മെൻസ് സിംഗിൾസ് ടൈറ്റിൽ കേട്ടോ. ഓക്കെ, Kiran Desai's Loneliness of Sonia and Sunny was shortlisted for the Booker Prize 2025. ഓക്കെ, നോക്കിയാൽ ബുക്കർ പ്രൈസ് അവാർഡിന് വേണ്ടി വെക്കുന്ന ഒരു ഷോർട്ട് ചെയ്ത ബുക്കാണ് നമ്മുടെ കിരൺ ദേശായിയുടെ ഒരു ബുക്കാണ്. നോക്കിയതാണ് ലോൺലെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്ന ബുക്കാണ് ഇതിനു വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് നോക്കി മാൽഡീവ്സ് കൺട്രി. ഓക്കെ, മാൽഡീവ്സ് കൺട്രി എൻഫോഴ്സ് ദ വേൾഡ്സ് ഫസ്റ്റ് ജനറേഷൻ സ്മോക്കിംഗ് ബാൻ. അതായത് സ്മോക്ക് ബാൻ ചെയ്ത വേൾഡിലെ ആദ്യത്തെ രാജ്യമായിട്ടുള്ള നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഏതാണ് അത്? മാൽഡീവ്സ് ആട്ടോ. മാൽഡീവ്സ് കൺട്രി എൻഫോഴ്സ് ദ വേൾഡ്സ് ഫസ്റ്റ് ജനറേഷൻ സ്മോക്കിംഗ് ബാൻ കേട്ടോ. ഓക്കെ, അതുമായിട്ട് അത് കംപ്ലീറ്റ്ലി എന്താണ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആട്ടോ, കാരണം ചോദിക്കാൻ നല്ല ഹൈ ചാൻസ് ന്യൂസ് ആണത്. ഇത് ആരാണ് ബാൻ ചെയ്യുന്നതൊക്കെ ചോദിക്കാം കേട്ടോ. ഏത് കൺട്രിയാണ് അതുമായിട്ട് ബാൻ ചെയ്യുന്നത് ചോദിക്കാം. മാൽഡീവ്സ് ആണ്. നെക്സ്റ്റ് അടുത്താണ് Vishwadit Sahai has been appointed as the Controller General of Defence Accounts. നോക്കി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നോക്കി ഒരു അപ്പോയിൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. വിശ്വജിത് സഹായ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്. ഓക്കെ, ഡിഫൻസ് അക്കൗണ്ടിൻ്റെ പുതിയ കൺട്രോളർ ജനറലായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്? വിശ്വജിത് സഹായിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്താണ് ശിവകുമാർ ഹാസ് അസ്യൂംഡ് ചാർജ് ആസ് ദ ചീഫ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ ഇന്ത്യൻ നേവി. അഗെയിൻ നോക്കി ചാർജ് വീണ്ടും അപ്പോയിൻമെൻ്റ് ആണ്. ചാർജ് ആസ് ദ ചീഫ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ ഇന്ത്യൻ നേവി ബി ശിവകുമാർ കേട്ടോ. ബി ശിവകുമാർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവംബറിലെ ഡേയ്സ് ആൻഡ് തീംസിലേക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് വേൾഡ് വീഗൻ ഡേ ആണെന്ത് നവംബർ 1 എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റിംഗ് 80 years ഓഫ് വീഗൻ ഇമ്പാക്ട്. അടുത്ത് ഓക്കെ നമ്പർ 5 വേൾഡ് സുനാമിയുടെ. അടുത്ത് 7 ഓക്കെ നവംബർ 7 നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് ചോദിക്കാറുണ്ട് കേട്ടോ. മിക്ക SC PYQലൊക്കെ നിങ്ങൾ കാണപ്പെടാം. ഈ നവംബർ 7 ഏത് ദിവസമായിട്ടായിരിക്കും? നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ ആണിത് നവംബർ 7 എന്ന് പറയുന്നത്. അടുത്ത് നോക്കി 8 ഇന്റർനാഷണൽ ഡേ ഓഫ് റേഡിയോളജി ആണിത് നവംബർ 8 എന്ന് പറയുന്നത്. അടുത്ത് വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ആണിത് നവംബർ 10 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ ഫസ്റ്റിന്റെ തീം നോട്ട് ചെയ്യുക. സെലിബ്രേറ്റിംഗ് 80 years ഓഫ് വീഗൻ ഇമ്പാക്ട് ആണ്. സെക്കൻഡ് നോക്കി അടുത്താണ് 11 ഓക്കെ നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. വെരി ഇമ്പോർട്ടൻറ്റ്, കൃത്യമായിട്ട് പഠിക്കുക, എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത 12 വേൾഡ് ന്യൂമോണിയ ഡേ. ചൈൽഡ് സർവൈവൽ ആണെന്ത് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. 14 ചിൽഡ്രൻസ് ഡേ ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. 15 നോക്കി വേൾഡ് ഡയബറ്റീസ് ഡേ. വീണ്ടും അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റീസ് അക്രോസ് ലൈഫ് സ്റ്റൈൽസ് ആണ്. അടുത്ത് 17 നോക്കി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡേ ആണെന്ത് 17 ഓക്കെ നവംബർ 17 എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കി വീണ്ടും അഗെയിൻ 17 നോക്കി നാഷണൽ എപ്പിലെപ്സി ഡേ. ഇതും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മൈ എപ്പിലെപ്സി ജേർണി എന്നാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അടുത്ത വേൾഡ് ടെലിവിഷൻ ഡേ ആണ് 21. 26 എന്നാണ് നാഷണൽ മിൽക്ക് ഡേ ആണെന്ത് നവംബർ 26 എന്ന് പറയുന്നത്. അതുപോലെ 28 നോക്കി റെഡ് പ്ലാനറ്റ് ഡേ ആണെന്ത് നവംബർ 28 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണെന്ത് നമുക്ക് നവംബർ മാസത്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഫ്രീ മെറ്റീരിയൽ സെക്ഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.